ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊരുമിച്ചൊരു യാത്ര പോവാം. ശരിക്കും ഇത് ഗവിയിലേക്കുള്ള യാത്രയാണ്. ഇന്നത്തെ വീഡിയോയിൽ കുമളി വരെയുള്ളതുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ എന്തൊക്കെ വോയിസ് കൊടുക്കും എന്നൊക്കെ എനിക്ക് ഡൗട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു റോഡ് ട്രിപ്പാണ്. റോട്ടിലിപ്പോൾ പോണ വഴിക്ക് കണ്ട കുറച്ച് വ്യൂവും കുറച്ച് സ്ഥലത്തൊക്കെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ വണ്ടിയിലുള്ള ഇരിപ്പ് തന്നെയായിരുന്നു. ഈ ഒരു ട്രിപ്പ് പോകേണ്ട ദിവസമായപ്പോഴുണ്ടല്ലോ എനിക്കൊരു സ്കിൻ അലർജിയൊക്കെ വന്നിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ത്രോട്ട് പെയിൻ വന്നിട്ട് വോയിസൊക്കെ പോയി ഇരിക്കണ ആ ഒരു സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാതിൻ്റെയും മരുന്നൊക്കെ കെട്ടിപ്പറക്കി എടുത്തിട്ടാണ് ഈ യാത്ര പുറപ്പെട്ടത്. പിന്നെ ഒരു ആശ്വാസം, ഒരു ഹാപ്പിനെസ് എന്തായിരുന്നു എന്നറിയോ? 2 ദിവസം അടുക്കള പണിയൊന്നും എടുക്കണ്ടല്ലോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ 2 ദിവസം ഒരു ഓഫ് കിട്ടുന്നത് ഒരു ഇഷ്ടമല്ലേ. അങ്ങനെ തൊടുപുഴേന്ന് പിന്നെ വാഗമൺ കൂടി പീരുമേട് കൂടി അങ്ങനെയൊക്കെയാണ് കുമളി എത്തിയത്. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ആദ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അന്നും വാഗമണിൽ ഒരു റോഡ് ട്രിപ്പ് വന്നതാണ്, സാറ്റടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അന്ന് നിർത്തി. അന്ന് മഴ സീസണായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ മഴയായിട്ട് ആ പാറമേ കൂടെയൊക്കെ മഴവെള്ളം വരുന്നതും ഒക്കെ കണ്ട് അന്ന് വന്ന ഒരു ഓർമ്മ എനിക്ക് വന്നു ഇപ്പോൾ. മുന്നോട്ട് പോകുമ്പോൾ കുറേ ഏരിയയിൽ ഇങ്ങനത്തെ റോഡാണ്. 2 സൈഡിലും നല്ല വ്യൂ ആയിട്ട്. റോഡ് ട്രിപ്പൊക്കെ നന്നായി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യണവർക്ക് നല്ലൊരു ട്രിപ്പ് തന്നെയാണ് ഈ ഒരു റൂട്ടൊക്കെ. ഇന്നത്തെ ദിവസം ഞാൻ കുറേ നേരമൊക്കെ ഉറങ്ങിയിട്ടാ ഇടയിൽ. അങ്ങനെ ഇവിടെ നിന്ന് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ടീ ഷോപ്പ് കണ്ടു. അവിടെ ആ ഷോപ്പ് അടച്ചിട്ടേക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ബാക്കിൽ അവരിങ്ങനെ ഒരു ഏരിയയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഷോപ്പുകാർ അവിടെ ഇരുന്ന് ഭക്ഷണം കൊടുക്കേണ്ട ഫെസിലിറ്റി ഉണ്ടാക്കിയതായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ എന്തായാലും അടച്ചിട്ടേക്കായിരുന്നു. എന്നാലും അവിടെ ഇറങ്ങി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു. ഇത് 2 ആഴ്ച മുമ്പ് പോയ ട്രിപ്പാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇങ്ങനെ പച്ചപ്പും ഹരിതാഭയും തന്നെയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിറച്ചും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ പീരുമേട് എത്താറായിട്ടുണ്ട്. അപ്പോൾ നിറയെ 2 സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. ഈ റോഡ് ട്രിപ്പിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന റോഡുകളും പിന്നെ ചുറ്റും നല്ല പച്ചപ്പും കുന്നുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഈ ഒരു വാഗമൺ പീരുമേട് റോഡ് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറേ ലേഡീസ് കൊളുന്ത് നുള്ളുണ്ടായിരുന്നത്. കൊളുന്ത് നുള്ളലൊക്കെ പോയിട്ട് ആ കാലമൊക്കെ പോയി. ഇപ്പോൾ അതിനൊക്കെ മെഷീനാണ്. അങ്ങനെ കത്രിക കൊണ്ട് അവർ വെട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിർത്തി അവരുടെ ഒപ്പം ഒന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നി. അപ്പോൾ വണ്ടി നിർത്തി തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞാനും അവരുടെ ടൂൾസൊക്കെ വാങ്ങി അതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കി. കൊളുന്ത് നുള്ളി വിഷമിക്കേണ്ട, ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ കവറില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പൊക്കോളും. എന്തായാലും ഞാൻ നുള്ളിയതൊക്കെ പൊട്ടയായിരുന്നു എന്ന് അവർ പറഞ്ഞു. ആവശ്യമില്ലാത്തതായിരുന്നു, അത് കളഞ്ഞു. എറണാകുളം. എന്തായാലും ഇതൊരു കുഞ്ഞാഗ്രഹമായിരുന്നു. ഇങ്ങനെ കൊളുന്ത് നുള്ളുന്നത് ഫോട്ടോ എടുക്കണം. അങ്ങനെയൊക്കെ ഞങ്ങൾ ആദ്യം മൂന്നാറിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടി നിന്നിട്ട് എന്നൊക്കെ. പക്ഷെ ഞാൻ മാത്രമാണ് ഇത് ചെയ്തത്. തേയിലത്തോട്ടങ്ങൾ കാണാൻ നല്ല ഭംഗി വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്നും ഫോട്ടോ എടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേ പാമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇവർ എല്ലാവരും കൂടി നിന്ന് പണിയെടുക്കല്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ കയറി നിന്നത്. എന്തായാലും ഇന്നത്തെ ഈ റോഡ് ട്രിപ്പിൽ എനിക്കിഷ്ടമുള്ളൊരു ഭാഗം ഇതാണ് കേട്ടോ. ഇവരുടെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് പിന്നെയും കുമളി ലക്ഷ്യമാക്കി പോവാണ്.
അപ്പോൾ അനധികൃത കയ്യേറ്റാണെന്ന് തോന്നണു. കുറച്ച് റിസോർട്ടുകളൊക്കെ ഇങ്ങനെ പണി തീരാണ്ട് അവിടെ ഇങ്ങനെ കിടക്കണ കണ്ടു. ഇങ്ങനെ നമ്മൾ പോവാത്ത റൂട്ടിൽ കൂടെ പോകുമ്പോണ്ടല്ലോ പുതിയ പുതിയ സ്ഥലപ്പേരുകൾ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കരടിക്കുഴി. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബസ് പോകണ്ടായിരുന്നു, കുമളി ഈരാറ്റുപേട്ട റൂട്ടിൽ ഓടുന്ന ബസ്. അതൊരു പിങ്ക് കളറിൽ. അപ്പോൾ ഈ പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഈ പിങ്ക് ബസ് ഇങ്ങനെ പോണത് എനിക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാനതിനെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചു. അപ്പം ഞാനതിനെ വീഡിയോ എടുത്ത് എൻ്റെ ക്യാമറയ്ക്കുള്ളിലാക്കി. ബസ്സിൻ്റെ പിന്നാലെ പോയി ഏലപ്പാറ ടൗൺ എത്തിയിട്ടാ. ചെറിയൊരു ടൗൺ കാണാം നമുക്കിവിടെ. അവിടെ നിന്ന് വേറെ റൂട്ടാണ് ഇടുക്കി ഡാമിലേക്കും കട്ടപ്പനയ്ക്കും. ഞങ്ങൾ കുട്ടിക്കാനം വഴി കുമളിയിലേക്ക് പോവുക ചെയ്തത്. ഏലപ്പാറ, പീരുമേട്, കുമളി റൂട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. വെറുതെ അല്ല ആ ഒരു പാട്ട്, ഇടുക്കീനെ പറ്റിയുള്ള പാട്ടില്ലേ, മഹേഷിൻ്റെ പ്രതികാരത്തിലെ. ഞങ്ങളിന്ന് കുമളിയിലാണ് സ്റ്റേ ചെയ്യണത്. ഈ കുമളി എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാടിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് മുന്തിരിപ്പാടം നിറഞ്ഞ കമ്പം തേനി, പിന്നെ മേഘങ്ങളുടെ ഭംഗി കാണിച്ചു തരുന്ന മേഘമല എല്ലാം അടുത്താണെന്നാണ് കേട്ടത്. കമ്പം തേനി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, മേഘമല പോയിട്ടില്ല കേട്ടാ. ഈ പേരുകൾ തന്നെ എന്ത് രസമല്ലേ, കമ്പം തേനി, മേഘമല, തേക്കടി. അങ്ങനെ ഞങ്ങൾ കുമളിയിലെത്തി. കുമളിയിൽ നിന്നാണ് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത്. നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു അവിടെ. ഞങ്ങൾ കുമളിയിൽ സ്റ്റേ ചെയ്തത് ഹോളിഡേ ഹോം കുമളി എന്നൊരു സ്ഥലത്താണ് കേട്ടോ. അത് ലേബർ വെൽഫെയർ ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത്. ഞങ്ങൾ താമസിച്ച ഡബിൾ റൂമിന് 650 രൂപയാണ് കേട്ടോ ഒരു ദിവസത്തേക്ക് വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഫെസിലിറ്റീസ് തന്നെ അവർ തരുന്നുള്ളൂ. ബാത്റൂമൊന്നും നന്നായി മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ നന്നായി റിനോവേഷൻ ചെയ്ത് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇതിലും പൈസ കൂട്ടിയൊക്കെ കൊടുക്കാൻ പറ്റും. അതെന്താണാവോ അങ്ങനെ ചെയ്യാത്തതെന്ന് തോന്നി. കുറച്ചും കൂടി നന്നാക്കിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്ത ദിവസം നല്ല മഴ പെയ്തു. അപ്പോൾ കറണ്ട് പോയപ്പോൾ ജനറേറ്ററൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 1 മണി വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ കറണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സൗകര്യക്കുറവുണ്ട്. അപ്പോൾ അതിനുള്ള പൈസയൊക്കെ തന്നെ അവർ വാങ്ങണുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നല്ല സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നും തോന്നി. അങ്ങനെ ഞങ്ങളിവിടെ ലഗേജൊക്കെ വെച്ചിട്ട് തേക്കടിയിലേക്ക് ബോട്ടിങ്ങിന് പോവാണ്. തേക്കടി ഇവിടെ വളരെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാണിക്കണുള്ളൂ. ഞാൻ തേക്കടി ബോട്ടിങ്ങിന് പോയത് അടുത്തൊരു വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ, താങ്ക് യു.